കർത്താവിന്റെ നിസ്തുല്യ നാമത്തിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ബോസ്റ്റൺ പ്രയർ ലൈനിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വർഷിപ്പ് ഗാന ശുശ്രൂഷ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ, പ്രിയ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ സാറമാൻഡി, എല്ലാവരെയും ഓർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ച വിഷയം തന്നെ തുടരാനാണ് ദൈവകൃപയിൽ ഞാൻ ശരണപ്പെട്ട് ആഗ്രഹിക്കുന്നത്. കോളിംഗ് ഫോർ ഡിസേൺമെന്റ്, കർത്താവ് വിവേചിക്കാൻ അല്ലെങ്കിൽ ഡിസേൺ ചെയ്യാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്തയാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങൾക്ക് ഓർമ്മ കാണുമെങ്കിൽ അത് നമ്മൾ ആധാരമായി വായിച്ചത് 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ആ 3 വാക്യങ്ങൾ മാത്രം ഒന്ന് നോക്കിയതിന് ശേഷം സമയമുണ്ടെങ്കിൽ അത് 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഞാൻ ആദ്യത്തെ 3 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. പ്രിയ ദൈവമക്കള് തിരുവചനം തുറന്ന് അത് വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. 1 John chapter 4 verse 1-3. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. വളരെ ഒരു പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു സമയത്തിൽ കൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഏത് ആത്മാവിനെയും വിശ്വസിക്കരുത്. അത് ഓപ്ഷനാണോ അതോ കർത്താവ് കൽപ്പിക്കുകയാണോ? കർത്താവിന്റെ വചനം കൽപ്പനയായിട്ട് പറയുക അല്ലെ, ഓപ്ഷൻ അല്ല. ഏത് ആത്മാവിനെയും വിശ്വസിക്കരുത്. അടുത്തത്, ആത്മാക്കൾ ദൈവത്തിൽ നിന്ന് അല്ലയോ എന്ന് ശോധന ചെയ്യുവീൻ. എന്തോ ക്ലിയർ ആയിട്ട് തിരുവചനം വ്യക്തമായിട്ട് പറയുകയാണ്, ഏത് ആത്മാവിനെയും വിശ്വസിക്കരുത്, ആത്മാക്കൾ ദൈവത്തിൽ നിന്നല്ലയോ എന്ന് ശോധന ചെയ്യണം. അപ്പൊ നമ്മള് പഠിച്ചു വന്നത് ഏറ്റവും കുറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കാണാൻ കഴിയാത്തൊരു കാര്യമാണ് ഡിസേണിങ്. ശരിയും തെറ്റും ഡിസേൺ ചെയ്യുന്നതിന് നമുക്ക് അത്ര പാടില്ലെങ്കിലും ഞാൻ ഒരു കോട്ട് ചാൾസ് സ്പർജന്റെ ഇവിടെ പറഞ്ഞായിരുന്നു. ശരിയും തെറ്റും വിവേചിക്കുന്നതല്ല യഥാർത്ഥമായി വിവേചനപരം, അല്ലെങ്കിൽ വിവേചിക്കുക എന്നതിന്റെ അർത്ഥം. ശരിയും ഏകദേശം ശരിയും. അപ്പോൾ ആ ഏകദേശം ശരിയും എന്നുള്ള കാര്യം വിവേചിക്കാൻ ദൈവസഭകളിൽ ദൈവമക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു കുറവ് ഉണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മൾ നല്ലതുപോലെ വായിക്കുകയും പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടെ നമ്മളെ ഉൾക്കാഴ്ച നൽകുകയും ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഈ കൃപയിൽ നിന്നു പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആരും ഇങ്ങനെ ചിന്തിക്കരുത്, എനിക്കിതെല്ലാം അറിയാവുന്നത് കൊണ്ട് എന്റെ അടുക്കൽ ഇത് വരുത്തില്ല, ഞാൻ വീഴത്തിലൊന്നും ആരും ചിന്തിച്ചു പോരുത്. സ്തോത്രം. എത്ര നല്ലതുപോലെ അറിഞ്ഞെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നാം അനുദിനം ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ചിന്ത ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ കടന്നു വരട്ടെ പ്രിയരെ. അപ്പൊ ഇവിടെ തന്നെ ഈ ശോധന ചെയ്യണം എന്നുള്ള കാര്യം തിരുവചനം പറയുമ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ രണ്ട് എക്സ്ട്രീമാ. ഒരു കൂട്ടര്, നമ്മളിപ്പോ ഈ ഇന്റർനെറ്റ് തുടങ്ങി യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞാൽ കുറെ ചാനൽസ് കാണും, അവർക്ക് ഇത് തന്നെ പരിപാടി. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കരുത്, മറ്റുള്ളവരെ കുറിച്ചൊക്കെ ഇങ്ങനെ ഈ വ്യക്തി പറയുന്നത് കൊണ്ട് ഈ ആള് ശരിയാണെന്ന് ചിന്തിച്ചും പോകരുത്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ പ്രിയരെ. അവരിങ്ങനൊക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ പല കാരണങ്ങളുണ്ട്, അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ
പല വിമർശനങ്ങളും പല ശോധനകളൊക്കെ നടത്തുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ ഒരു ഭാരമില്ലാതെ ഒരു കളിയാക്കിയ രീതിയിലും പിന്നെ അങ്ങനെയൊക്കെയുള്ള രീതിയാണ് എനിക്ക് പല സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവരുടെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ഒരു ആത്മീകനാണെന്ന് പോലും എനിക്ക് ചോദ്യം ചിലപ്പോൾ ചിലരിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു എക്സ്ട്രീം, എല്ലാ ശോധന ചെയ്യണം, എല്ലാവരും ടെസ്റ്റ് ചെയ്യണം, അതുകൊണ്ട് CID പണിയായിട്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പ്, അതല്ല ആ എക്സ്ട്രീം നമ്മൾ എടുക്കേണ്ട ആവശ്യം. എന്നാൽ നേരെ ഓപ്പോസിറ്റ് അടുത്തൊരു എക്സ്ട്രീം ഉണ്ട്. അവരെന്ത് പറയുന്നത് അറിയാമോ? നമ്മൾ ആരെയും വിധിക്കരുത്. അവർക്ക് വാക്യമുണ്ട്, മത്തായി 7:1, ഡു നോട്ട് ജഡ്ജ്, ഗോഡ് വിൽ ജഡ്ജ്. അതുകൊണ്ട് നമ്മൾ ആരെയും വിധിക്കരുത് എന്ന് പറയുന്ന അടുത്തൊരു കൂട്ടര്. അവർക്ക് എനിക്കറിയത്തില്ല, യൂദായുടെ ലേഖനം 1:3 പറയുന്നത് നമ്മളെ ഏൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി നാം പോരാടണം എന്നവിടെ പറയുന്ന വാക്യങ്ങളൊക്കെ അവഗണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പം ഈ രണ്ട് എക്സ്ട്രീമും അല്ല നമുക്ക് വേണ്ടത്. എന്താണ് നമുക്ക് വേണ്ടത് എന്ന് അല്പമായി ഒന്ന് പ്രാരംഭമായി പറഞ്ഞിട്ട് ഈ വാക്യത്തിലേക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതിന്റെ തുടർമാനമായി നമുക്കൊന്ന് ധ്യാനിക്കാം. ഈ വാക്യങ്ങൾ കിടക്കുന്ന അതിന്റെ പശ്ചാത്തലം ഒന്ന് നോക്കിക്കേ. ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. ഈ 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 11 തൊട്ട് 24 വരെ ഉള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹവും സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. 3:11 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങളിൽ. ഓക്കെ, ഇനി അതിനുശേഷം 4:7 തൊട്ട് 4:21 വരെയുള്ള വാക്യങ്ങളിൽ അടുത്തതും ദൈവം ലോകത്തെ സ്നേഹിച്ചതും തമ്മിൽ സ്നേഹം ഉണ്ടാകണമെന്നും ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ് അവിടെ 7 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഞാനൊന്ന് കുറിച്ച് നോക്കി കേട്ടോ, എന്റെ ഇംഗ്ലീഷ് ബൈബിൾ ചിലപ്പോൾ പല ട്രാൻസ്ലേഷൻ ഡിഫറെന്റ് ആയിരിക്കും. 7 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ 26 തവണ ലവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 26 ടൈംസ്. അപ്പൊ നമ്മളിപ്പോ ധ്യാനിക്കുന്ന ഈ വാക്യങ്ങൾ എവിടാ കിടക്കുന്നത്? നമ്മളിപ്പോ ധ്യാനിക്കുന്നത് 4-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ അല്ലേ? ഈ 6 വാക്യങ്ങൾ കിടക്കുന്നത് 2 വലിയ സ്നേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയ്ക്കാണ്. ദൈവത്തിന്റെ സ്നേഹം, സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം, അതിനുശേഷം 4:7 തൊട്ട് 21 വരെ നിങ്ങൾ സമയമുള്ളപ്പോ പിന്നെ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് എണ്ണി നോക്കിക്കൂ, 20 കൂടുതൽ തവണ കിട്ടും. ദൈവം നമ്മളെ സ്നേഹിച്ചത് ഇപ്പൊ എണ്ണല്ലേ, ദൈവം നമ്മളെ സ്നേഹിച്ചതും ദൈവം നമ്മളോട് തമ്മിൽ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്ന കൽപ്പനകളെയാണ് ഈ 2 ബ്ലോക്ക് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് യോഹന്നാന് എന്തോ പറ്റി, മറന്നുപോയോ? ഈ സ്നേഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് എന്തോ പറ്റി? 4:1 പറയുകയാണ്, എല്ലാ ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നല്ലയോ എന്ന് ശോധന ചെയ്യണം. എന്നെ ഈ വാക്യം എന്തോ പഠിപ്പിക്കുന്ന അറിയാമോ? യഥാർത്ഥ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ആ വ്യക്തി ശോധന ചെയ്തിരിക്കും. യഥാർത്ഥ ശോധന ചെയ്യേണ്ടതിന്റെ അടിസ്ഥാനം ദൈവസ്നേഹമായിരിക്കണം. ദൈവത്തിന്റെ സ്നേഹമായിരിക്കണം നമ്മളെ ഡിസേൺമെന്റിലേക്ക് കൊണ്ടുപോകേണ്ടത്, അല്ലാതെ ഒരു പരിപാടിയുമല്ല. യൂട്യൂബിന്റെ റീച്ച് കൂട്ടാനോ, ഞാൻ വലിയ ഫേമസ് ആകാനോ, പുള്ളി വിമർശിക്കുന്നവനാ, അത് കേൾപ്പിക്കാനോ, വലിയ ആളാവാനോ, ഇതിനൊന്നുമല്ല ഡിസേൺമെന്റ് ചെയ്യുന്നതിന്റെ ഫൗണ്ടേഷൻ കാര്യം എന്ന് പറയുന്നത് ഐ ലവ് ഗോഡ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. ഐ ലവ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എന്റെ സഹോദരങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. കർത്താവിന്റെ സഭയെ ഞാൻ സ്നേഹിക്കുന്നു. ഈ സഭയ്ക്ക്, ഈ ദൈവമക്കൾക്ക് ഒരു ഛതം വരരുത്. പിശാചാകുന്നവൻ, എതിർ ക്രിസ്തു ആകുന്ന അവന്റെ ആത്മാവിനാൽ ദുരുപദേശക്കാരെ കൊണ്ടുവന്ന് സഭയെ തെറ്റിക്കാൻ നോക്കുമ്പോൾ ഞാൻ അത് തെറ്റാണ്, ആ ഉപദേശം തെറ്റാണെന്ന് പറയുന്നത് ഫേമസ് ആകാനല്ല, ആളാവാനല്ല.
ബിക്കോസ് ഐ ലവ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ശരീരത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും. ദാറ്റ് ഷുഡ് ബി ദ ഫ്യൂൽ ഫോർ ഡിസേൺമെന്റ്. അത് ഇതല്ലാതെ വേറെ ഏതൊരു ആണെങ്കിലും നാം ചെയ്യുന്നെങ്കിൽ ദൈവത്തിന് പ്രസാദം ഇല്ല, ദൈവത്തിന് മഹത്വം ലഭിക്കുന്നില്ല. ആൾക്കാരൊക്കെ നമ്മളെ കുറിച്ച് വലിയ കാര്യങ്ങളൊക്കെ പറയായിരിക്കും, ദൈവത്തിന് അവിടെ മഹത്വം കിട്ടത്തില്ല എന്നുള്ള കാര്യം ഞാൻ വിനീതമായി ഈ കാര്യം ഓർപ്പിച്ചു കൊള്ളട്ടെ. എഫെസ്യ ലേഖനം 4:15 എടുക്കേണ്ട ആവശ്യമില്ല. അവിടെ എങ്ങനെ സത്യം പറയണോന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറയേണ്ടത്? സ്പീക്കിംഗ് ദ ട്രൂത്ത് ഇൻ ലവ്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്. അപ്പം സത്യം സംസാരിക്കുമ്പോൾ ആ സത്യം സംസാരിക്കുന്നതിന്റെ വ്യക്തിയുടെ ആ ഉറവിടം, ദാറ്റ് ഷുഡ് ബി ദ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്നേഹമല്ല നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും സ്തോത്രം, ദൈവത്തിന്റെ സ്നേഹമായിരിക്കണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. സ്പീക്കിംഗ് ദ ട്രൂത്ത് ഇൻ ലവ് ഡസ് നോട്ട് മീൻ സ്പീക്കിംഗ് ലെസ് ട്രൂത്ത്. സ്നേഹത്തിൽ സംസാരിക്കുന്നതിന്റെ അർത്ഥം സത്യം അല്പമായി പറയുന്നതല്ല, സത്യം നല്ലതുപോലെ പറയുന്നതാണ്. ജോൺ മൊറേ എന്ന് പറയുന്ന വേറൊരു ദേവദാസൻ പറഞ്ഞത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂത്ത് ആൻഡ് എറർ ഇസ് നോട്ട് കാസം ബട്ട് എ റേസേഴ്സ് എഡ്ജ്. ഒരു ഡോക്ടറിന്റെ കയ്യിലുള്ള റേസർ ഉണ്ടല്ലോ, എന്ത് തിന്നാണ്, എന്ത് സെൻസിറ്റീവാണ്. അത്രയ്ക്ക് മുടിനാര് പോലെ ആണ് സത്യവും വഞ്ചനയുടെ ഇടയ്ക്കുള്ള ആ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇവിടെയാണ് പ്രിയരെ നമുക്ക് വിവേചിക്കാൻ കഴിയേണ്ടത്, ശോധന ചെയ്യാൻ കഴിയേണ്ടത്. ശരിയും തെറ്റുമല്ല, ശരിയും തെറ്റും അത് നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് വിവേചിക്കാൻ പറ്റും, ശരിയും തെറ്റും. പക്ഷെ ശരിയും ഏകദേശം ശരിയും വിവേചിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. എന്റെ ശുശ്രൂഷയുടെ പ്രാരംഭ കാലഘട്ടത്തിൽ ഞാന് ഒരു വല്ലാത്ത ദുരുപദേശത്തിനെ ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, കാരണം ഏതെങ്കിലും അൺവൈസ് ആയിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വേണമെങ്കിൽ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി അവർ ഫോളോ ചെയ്യും. അതുകൊണ്ട് ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. വളരെ പ്രഗത്ഭന്മാരായിരിക്കുന്ന വേർഡ് ഓഫ് ഫെയ്ത്ത് മിനിസ്ട്രിയിലുള്ള ആൾക്കാരെയൊക്കെ ഒരു വല്ലാത്ത രീതിയിൽ ഞാൻ ഫോളോ ചെയ്തൊരു മനുഷ്യനായിരുന്നു. എന്നാൽ ഒരു 15 വർഷത്തിന് ശേഷം വചന ശുശ്രൂഷയിലാണ് കർത്താവിന്റെ കൃപയാൽ കർത്താവിന്റെ കണ്ണു. എന്റെ പിതാവിനോട് പറയാൻ നോക്കി, എന്നെ സ്നേഹിക്കുന്നവരെന്നെ തിരുത്താൻ നോക്കിയിട്ടൊന്നും ഞാൻ തിരിഞ്ഞില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം അത് എനിക്ക് വെളിപ്പാടായി കർത്താവിന്റെ കൃപയാൽ എനിക്ക് തുറന്നു കിട്ടിയപ്പോൾ, സ്തോത്രം, ഞാൻ അന്നൊരു സമർപ്പണം എടുത്തു. കർത്താവേ, ഇനി മുൻപോട്ട് എനിക്കൊരു ആയുസ് അങ്ങ് തരുവാണെങ്കിൽ അവിടുത്തെ വചനം സത്യമായി പ്രസംഗിക്കാൻ എനിക്ക് കൃപ നൽകണം. അപ്പൊ എന്റെ ശുശ്രൂഷയുടെ തുടക്ക കാലഘട്ടത്തില് എന്റെ അറിയില്ലായ്മയിൽ ഞാൻ ഈ വന്നിടയ്ക്ക് ഇതുപോലുള്ള ഡിസെപ്ഷനിലും ഇതുപോലുള്ള റോങ് ടീച്ചിങ്സിലൊക്കെ ആയിരിക്കുന്നവരെ ഞാൻ വളരെ കർശനമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അവരും തെറ്റാണെന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നത്തതിൽ എനിക്ക് മനസ്സിലായത്, ഇങ്ങനെയുള്ള ഡിസെപ്ഷനിലുള്ളവർക്ക് അത് അറിയത്തില്ല അങ്ങനെ ഡിസെപ്ഷനിലാണെന്നുള്ളത്. അതുകൊണ്ട് അവരെ സമീപിക്കേണ്ട രീതി വ്യത്യാസമാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഈ വഞ്ചിക്കപ്പെടുന്നവരുണ്ട്, വഞ്ചിക്കപ്പെടുത്തുന്നവരുണ്ട് മനഃപൂർവ്വമായിട്ട്. ഇത് രണ്ടും വ്യത്യാസം മനസ്സിലാക്കണം. മനഃപൂർവ്വമായി വഞ്ചനയുടെ ആത്മാവിൽ അവര് മറ്റുള്ളവരെ വഞ്ചിക്കും, അവര് ശരിക്കും നേരെ ആവത്തില്ല. നമ്മൾ ലേഖനങ്ങളൊക്കെ, തിമോത്തിയോസിന്റെ ലേഖനമൊക്കെ പഠിപ്പിക്കുമ്പോൾ പൗലോസ് തന്നെ അവിടെ വേർതിരിച്ച് പറയുന്നുണ്ട് തിമോത്തിയോസിനോട്. ചിലര് തിമോത്തിയോസ് മാനസാന്തരപ്പെടും, നീ അവർക്ക് വേണ്ടി ക്ഷമയോടെ നീ പത്യോപദേശം പറ, പക്ഷെ ചിലര് മാനസാന്തരപ്പെടത്തില്ല. അപ്പൊ ഇങ്ങനെ പെട്ടുപോയിരിക്കുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവരെ വളരെ സ്നേഹത്തിന്റെ ആത്മാവിൽ സമീപിച്ച് സത്യം അവരോട് സ്നേഹത്തിൽ നമ്മൾ സംസാരിച്ച് കൊടുക്കേണ്ടത് ഉത്തരവാദിത്വം നമുക്കുണ്ട്. ബോസ്റ്റൺ പ്രയർ ലൈനിൽ കടന്നു വരുന്നവര് ധാരാളമായി പത്യോപദേശം കേൾക്കുന്ന ദൈവമക്കളാണ്, ദൈവജനത്തെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ കടന്നു വരുന്നവരെല്ലാം. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്.
ശരിയും ഏകദേശം ശരി എന്താണെന്ന് മറ്റുള്ളവരോട്, നമ്മുടെ സമൂഹത്തിലുള്ളവരോട് ഇതിൽ ഉൾപ്പെട്ടു എന്ന് നമ്മൾക്ക് മനസ്സിലായാൽ സ്നേഹത്തിന്റെ ആത്മാവിൽ അതവർക്ക് തിരുവചനം മനസ്സിലാക്കി കൊടുക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കുമാറാകട്ടെ. ജീസസിനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കള്ള ഉപദേഷ്ടാക്കന്മാരുടെ എതിരെ കർത്താവ് ചാട്ടവർ ഈ took the whip, അല്ലെ? എന്നാല് ഈ ഡിസപ്ഷനിലേക്ക് അകപ്പെട്ടു പോയവരെ നോക്കി കർത്താവ് കരയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളെല്ലാവരും കാവൽക്കാരാണ് പ്രിയരെ. പട്ടണത്തെ സ്നേഹിക്കുന്ന കാവൽക്കാരായി തീരട്ടെ കർത്താവ്. നമ്മളെല്ലാവരും ഓരോരുത്തരെ അങ്ങനെ ആക്കി തീർക്കട്ടെ. കാവൽക്കാരന്റെ ജോലി എന്താ? ഈ പട്ടണത്തെ തകർക്കുവാൻ വേണ്ടി, പട്ടണത്തെ ഇല്ലായ്മയാക്കാൻ വേണ്ടി കടന്നു വരുന്നവരെ നോക്കിക്കണ്ട് പട്ടണത്തിലുള്ളവരോട് ഉറക്കെ വിളിച്ച് പറയുന്ന ജോലിയാ ദൈവമക്കളെ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. വിശ്വാസം കേവലം വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യും മാത്രമല്ല, അതിനെ ഗാർഡ് ചെയ്യാൻ കൂടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, സ്നേഹത്തിൽ വേണം ഈ ഡിസേൺമെന്റ് ചെയ്യാൻ. സ്നേഹമല്ല മോട്ടിവേറ്റ്, ദൈവത്തിന്റെ സ്നേഹമല്ല മോട്ടിവേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വി ഷുഡ് നോട്ട് ഡു ദിസ്. അടുത്തത് പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ചിലരെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമുക്ക് അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 3:1 ഫിലിപ്പിയർ 3:1 വളരെ ഫിലിപ്പിയർ 3:1 വളരെ സ്ട്രോങ് വേർഡ്സ് ആണ് അവിടെ പൗലോസ് യൂസ് ചെയ്യുന്നത്. 3:2 നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. വളരെ സ്ട്രോങ് വേർഡാണ്. എന്നാൽ അതേ അധ്യായത്തിൽ 3:18 വരുമ്പോൾ ഈ ചിലരെ കുറിച്ച് അവിടെ പറയുന്നത് നോക്കിക്കേ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ എങ്ങനെ പറയണേ? കരഞ്ഞും കൊണ്ട്. അതായിരിക്കണം നമ്മുടെ മനോഭാവം. യഥാർത്ഥമായി ഡിസീവ് ചെയ്യുന്ന കള്ള ഉപദേഷ്ടാക്കന്മാരുണ്ട്, ഒരു ദാക്ഷിണ്യമില്ലാതെ പറയുന്നുണ്ട് അവരെ സൂക്ഷിക്കണോ. എന്നാൽ അപ്പോൾ തന്നെ അതിൽ പെട്ടുപോയ, അങ്ങനെ ഉപദേശത്തിൽ പെട്ടുപോയവരെ കുറിച്ച് പൗലോസ് പറയുന്ന ആ രീതി കണ്ടോ? ആ ഇമോഷൻ കണ്ടോ? കരഞ്ഞും കൊണ്ട് ഞാൻ പറയുന്നു. സ്തോത്രം. കർത്താവ് നമ്മളെ അങ്ങനെ വിവേചിക്കാനുള്ള കൃപ നമുക്ക് നൽകട്ടെ. ഒന്ന്, സ്നേഹമായിരിക്കണം ഇതിന് മോട്ടിവേഷൻ ആകേണ്ടത്. ദൈവത്തോടുള്ള സ്നേഹം, ക്രിസ്തുവിന്റെ ശരീരത്തോടുള്ള സ്നേഹം, സഹോദരങ്ങളോടുള്ള സ്നേഹം, ലവിങ് ദ ട്രൂത്ത്, സത്യത്തെ സ്നേഹിക്കുന്നത് ആയതുകൊണ്ട് വി ഷുഡ് ഡിസേൺ, ശോധന ചെയ്യണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മടങ്ങി വരാം. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഒന്ന് നെഗറ്റീവായിട്ടും ഒന്ന് പോസിറ്റീവായിട്ടും പറയുക. ഏത് ആത്മാവിനെ വിശ്വസിക്കാതെ, അത് നെഗറ്റീവായിട്ട്. പോസിറ്റീവായിട്ട് പറയുകയാണ്, ആത്മാക്കൾ ദൈവത്തിൽ നിന്നല്ലയോ എന്ന് ശോധന ചെയ്യുവിൻ. അപ്പൊ ഇവിടെ ആത്മാക്കൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇവിടെ ആത്മാക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ 2-3 വാക്യങ്ങള് നമ്മൾ ഒരുമിച്ച് ചേർത്ത് പഠിക്കുമ്പോൾ ഇവിടെ ആത്മാക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് എതിർ ക്രിസ്തു വരുന്നുണ്ടെങ്കിലും അവന്റെ ആത്മാവ് ഓൾറെഡി ലോകത്തിൽ കള്ള ഉപദേഷ്ടാക്കന്മാരുടെ ഉള്ളിൽ കൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. ഒരു ദൈവദാസൻ പണ്ട് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ഓടി വരുന്നത്, ആദ്യ നൂറ്റാണ്ട് സഭയെ നശിപ്പിക്കാൻ വേണ്ടി വെളിയിൽ നിന്ന് പ്രതികൂലം കൊണ്ടുവന്ന് സഭയിലുള്ളവരെ പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞു. സഭയെ നശിപ്പിക്കാൻ വേണ്ടി വെളിയിൽ നിന്ന് പരിശ്രമിച്ചപ്പോൾ ശത്രു പിന്നത്തേതിൽ തന്ത്രം മാറ്റി വെളിയിൽ നിന്ന് അറ്റാക്ക് ചെയ്യാതെ അകത്തുള്ളവരെ പോലിരിക്കുന്നവരെ അകത്ത് വിട്ടിട്ട് അകത്തു നിന്ന് നശിപ്പിക്കാൻ നോക്കി. ആ ലേഖനം, അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാകുന്നു. ആദ്യത്തെ കാലഘട്ടത്തിൽ വെളിയിൽ നിന്ന് വളരെ പ്രതികൂല ദൈവസഭയ്ക്ക് നേരിട്ടു. ആ സഭ വളരുകയാണ് ചെയ്തു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ എഫെസോസിലുള്ള എൽഡേഴ്സിനോട് പറയുക, നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വിപരീത ഉപദേശം പറയുന്നവർ എഴുന്നേക്കും, അനേകരെ തെറ്റിക്കുകയും ചെയ്യും. ശിഷ്യന്മാരെ തന്നെ
അവരുടെ ഫോളോവേഴ്സ് ആക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കും. അപ്പൊ ഈ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്കത് വിവേചിക്കാൻ കഴിയുന്നില്ല. അയ്യോ, ഇന്നലെ വരെ പുള്ളി ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇന്നലെ വരെ ഭയങ്കര ക്ലിയർ ആയിട്ടായിരുന്നല്ലോ പറഞ്ഞത്, ഇന്നെന്തോ പറ്റി? ചിലപ്പോൾ പുള്ളിക്ക് കിട്ടിയ വെളിപ്പാടായിരിക്കും, ചിലപ്പോൾ പുള്ളിക്ക് ദൈവം എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ആ ഒഴുക്കിനങ്ങ് അതിൻ്റെ കൂടെ പോകും. അതിനെ വിവേചിക്കാൻ കഴിയാതെ പോകുന്ന അനുഭവങ്ങൾ നമുക്ക് ധാരാളം കാണുന്നത് കൊണ്ട് കർത്താവിന്റെ വചനം നമ്മളോട് എന്തോ പറയുന്നു അത് അനുശ്വസിക്കാൻ കർത്താവ് നമ്മളെ ഇടയാക്കുമാറാകട്ടെ. അപ്പം യോഹന്നാൻ പറയുന്നതിന്റെ ആ മോട്ടിവേഷൻ മനസ്സിലായല്ലോ. ശോധന ചെയ്യണതിന്റെ മോട്ടിവേഷൻ ഇറ്റ് ഇസ് പ്യൂർലി ഗോഡ്സ് ലവ്, ദൈവത്തിന്റെ സ്നേഹം. അതുമാത്രമല്ല, ആ വാക്ക് കണ്ടോ, പ്രിയമുള്ളവരെ, ബിലോവഡ്. എന്നിട്ട് താഴത്തെ 4ാമത്തെ വാക്യം, കുഞ്ഞുങ്ങളെ. ഈ വാക്യമൊക്കെ എനിക്ക് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വിഷയം, ഓരോ ദൈവമക്കൾക്കും അവർക്ക് ഒരു ആത്മീക മെന്ററിന്റെ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ട്? നമ്മളെ ആത്മീകമായി തിരുവചനത്തിൽ കൂടെ, പത്തി ഉപദേശത്തിൽ കൂടെ നയിക്കുന്ന, സ്പിരിച്വൽ ആയിരിക്കുന്ന, എക്സ്പീരിയൻസ്ഡ് ഉള്ള, സ്പിരിച്വൽ ആയിരിക്കുന്ന ദേവദാസന്മാരും ദൈവദാസിമാരും നമുക്കുണ്ടാകണം. അല്ലാതെ ഒറ്റയാനായിട്ട് ഞാൻ എങ്ങ് നിൽക്കും, എന്നെ കൊണ്ട് പറ്റും എന്ന് നമ്മൾ ആരും ധരിക്കരുത്. വി നീഡ് സ്പിരിച്വൽ മെന്റേഴ്സ്. ഇന്നൊക്കെ ഓരോരോ ചെറുപ്പക്കാർ എഴുന്നേറ്റിട്ടൊക്കെ എന്തൊക്കെയാ പ്രസംഗിക്കുന്നത്. ചിലപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഒരു സ്പിരിച്വൽ മെന്റർ ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയ അപകടമാണത്. അവർക്കുണ്ട് മെന്റേഴ്സ്, അവര് പപ്പ എന്നും ഡാഡി എന്നൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവരും ഈ പറയുന്നത് പോലെ ഇവരെ അങ്ങ് തുറന്നു വിട്ടിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള യോഹന്നാനെ പോലുള്ള, ചിലപ്പോൾ യോഹന്നാൻ ആത്മീകമായി ഇവരെ ജനിപ്പിച്ച ഒരു പിതാവ്, ആത്മീക പിതാവ് എന്നതുപോലെ അവരോട് സ്നേഹത്തോട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, പ്രിയമുള്ളവരെ, നിങ്ങൾ ശോധന ചെയ്യണമെന്ന്. നമുക്ക് ഏറ്റവും ഇല്ലാതെ പോയിരിക്കുന്ന ഒരു ഇതാണ്. പണ്ടത്തൊക്കെ എനിക്കറിയാം, എൻ്റെ അമ്മച്ചിയൊക്കെ വിശ്വാസത്തിലൊക്കെ വരുമ്പോൾ, ആ സഭയിൽ ചെന്ന് കഴിയുമ്പോൾ, പ്രായമുള്ള അല്ലെങ്കിൽ ആത്മീകമായിരിക്കുന്ന പക്വതയുള്ള സഹോദരിമാരൊക്കെ ഉണ്ട്. അവര് വളരെ ടേക്ക് കെയർ ചെയ്യും. വിശ്വാസത്തിൽ നിന്ന് ആദ്യമായിട്ട് വന്നവർ വളരെ ടേക്ക് കെയർ ചെയ്യും. എന്തെങ്കിലും ഇതായിട്ട് പോകുമ്പോൾ തന്നെ ഉടനെ കറക്റ്റ് ചെയ്യും. അങ്ങനല്ല കേട്ടോ അമ്മാമ, ഇങ്ങനെയാന്നൊക്കെ കറക്റ്റ് ചെയ്യും. ഇന്ന് അങ്ങനെ ഒന്നും കാണുന്നില്ല, അങ്ങനെ കറക്ഷൻ. വേറെ കാര്യമുണ്ട്, കറക്ഷൻ ചെയ്യാൻ ആരും നിന്നും കൊടുക്കുന്നുമില്ല. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു കറക്ഷൻ ചെയ്യാൻ നിന്നു കൊടുക്കുന്നുമില്ല. സ്തോത്രം. ഞാൻ പ്രസംഗിക്കുന്ന മെസ്സേജസ് ഒക്കെ എൻ്റെ ആത്മീയ പിതാവിനോട് ഞാൻ ചോദിക്കും, ഇത് ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചത് ശരിയാണോ, ഇതിനെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ? ഞാൻ എപ്പോഴും ചോദിക്കും. അല്ലാതെ നമുക്കിതെല്ലാം അറിയാം, അതുകൊണ്ട് നമ്മൾ പറയുന്നതല്ലേ ശരി, അങ്ങനല്ല. നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. സ്തോത്രം. അപ്പൊ ഇവിടെ പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞിട്ട് അടുത്ത 2ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. അപ്പം നമ്മള് അടയാളവും അല്ലെങ്കിൽ മെഷറിംഗ് സ്കെയിലൊന്നും തപ്പി നമുക്ക് പോകേണ്ട ആവശ്യമില്ല. യോഹന്നാൻ തന്നെ പറയുകയാണ്, നിങ്ങൾ എങ്ങും പോകണ്ട, ഞാൻ പറയാം ദൈവാത്മാവിനെ എങ്ങനെ മനസ്സിലാക്കും. ഞാൻ പറയാം എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അപ്പം യോഹന്നാൻ പറയുകയാണ്, ഒരു മെഷറിംഗ് സ്കെയിൽ, ഒരു അളവുകോൽ ഞാൻ നിങ്ങൾക്ക് തരാം, ഇത് അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഇത് ശോധന ചെയ്യാനുള്ള അളവുകോൽ. എന്താ അളവുകോല്? ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതുപോലെ, നമ്മൾ നോക്കുന്ന അളവുകോല് തന്നെ തെറ്റാണ്. എനിക്ക് പലയിടത്തുനിന്നും കാണുമ്പോൾ മനസ്സിലാകും. പലയിടത്തും നമ്മൾ അളവുകോൽ എന്തോ നമുക്ക് അറിയാമോ? ബ്രദറെ, എന്താ പറഞ്ഞെന്ന് പറഞ്ഞാലും ആൾക്കാരൊക്കെ ഇടിച്ച് കേറുന്ന കണ്ടില്ലേ? അപ്പൊ അവിടെ ഒരു ദൈവപ്രവൃത്തി ഇല്ലാതിരിക്കൂ. അപ്പൊ നമ്മളെന്തോ അളവുകോലായിട്ട് വെച്ചിരിക്കുന്നത്, ആൾക്കാർ ഇടിച്ചു കയറുന്നു, ആൾക്കൂട്ടം. പിന്നെ അളവുകോലുമായിട്ട് വെക്കുന്ന എന്തോ, പറയുന്ന കാര്യം എന്തോ കൃത്യമാ. എന്റെ ബ്രദറെ, എന്തുവാ ഇത്? അക്കൗണ്ട് നമ്പർ പറയുന്നു,
അന്ന് കൊണ്ടുവന്ന തുവാലയുടെ കളറ് പറയുന്നു. സ്തോത്രം. എന്തോ കീർത്തിയ ദൂത. പഴയ നിയമത്തിലൊരു വാക്യമുണ്ട്, പ്രവാചകൻ ദൂത് പറയും, അത് ശരിക്ക് കറക്റ്റ് ദൂതായിരിക്കും. പക്ഷെ ശ്രദ്ധിക്കണം, അവൻ വേറെ ദൈവത്തിനെ ആരാധിക്കാനാ കൊണ്ടുവന്നത്. അപ്പൊ ദൂത് കറക്റ്റ് ആയിരിക്കും, പക്ഷെ ഇത് നേരെ യേശുവിൽ നിന്ന് മാറ്റി വേറെ എടുത്തോട്ടം കൊണ്ടുപോകും. ഗലാത്യ ലേഖനത്തിലൊരു വാക്യമുണ്ട്, അത് മലയാളത്തിൽ കറക്റ്റ് ട്രാൻസ്ലേഷൻ. ഗലാത്യ ലേഖനം 3:1, നിങ്ങളെ ആരാ ശുദ്രം ചെയ്ത് മയക്കിയത്. കറക്റ്റ് ട്രാൻസ്ലേഷൻ. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? എന്താ ബുദ്ധിയില്ലാത്തെന്ന് പറഞ്ഞതറിയോ? കാരണം ഇവൻ ശുദ്രം ചെയ്ത് ബുദ്ധി അങ്ങ് എടുത്തു കളഞ്ഞു. ശുദ്രം ചെയ്ത് ഇവന്റെ ബുദ്ധി അങ്ങ് എടുത്തു കളഞ്ഞു. പിന്നെ ചിന്തിക്കത്തില്ല. പിന്നെ ചിന്തിക്കാതെ പോലെ ശുദ്രം ചെയ്ത് ഇവന്റെ ബുദ്ധി അങ്ങ് എടുത്തു കളഞ്ഞു. ഏത് വലിയ ആൾക്കൂട്ടത്തിന് സെലിബ്രിറ്റി ആയിട്ട് പ്രസംഗിക്കുന്ന, വലിയ പ്രകടനങ്ങൾ കാണിക്കുന്നിടത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, അവിടെ ആൾക്കാർക്ക് ചിന്തിക്കാൻ ഇടം കൊടുക്കത്തില്ല. യേശുവിന്റെ മിനിസ്ട്രിയുടെ ടോട്ടൽ ഓപ്പോസിറ്റ്. ലൂക്കോസ് 24 പറയുന്നത്, തിരുവഴുത്തുകളെ മനസ്സിലാക്കാൻ വേണ്ടി യേശു അവരുടെ ബുദ്ധിയെ തുറന്നു. ഇവിടെ നേരെ തിരിച്ച, ഇവിടെ ബുദ്ധി അങ്ങ് അടക്കി. പിന്നെ വൈകാരികമായി അങ്ങ് ആൾക്കാരെ അങ്ങ് ഇളക്കി ഈ മനുഷ്യന്റെ അടിമയാക്കും. ഇവൻ പിന്നെ പറയുന്നതായിരിക്കും കേൾക്കും. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് സർപ്പം ഔവായെ ചതിച്ചു എന്നൊക്കെ നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നു. ഇപ്പം സർപ്പം സഭയിൽ എങ്ങനെ വന്നിരിക്കുന്നത്? സർപ്പം അതുപോലെ വന്നു നിന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക, പാമ്പ പറയും. പക്ഷെ ഈ പാമ്പ് ക്ലീൻ ഷേവ് അടിച്ച് വെള്ള ഷർട്ടും ഇട്ട് ബൈബിളും കൈ വന്ന് പ്രസംഗിച്ച് അറിയൂ? അറിയത്തില്ല. അതാണ് സർപ്പം പോലല്ല വരുന്നത്. ശുദ്ര ചെയ്യുന്ന മന്ത്രവാദി അതുപോലല്ല വരുന്നത്. ഇവൻ വെളിച്ചദൂതനെ പോലെ വരുന്നത്. ബൈബിളും തുറക്കും, യേശുക്രിസ്തു ഇതാണോ അതാണോ ഒക്കെ പറയുകയും ചെയ്യും. പക്ഷേ ഇത് മൈൻഡിനെ തന്നെ തിരിച്ചു കളഞ്ഞു. സ്തോത്രം. പ്രിയമുള്ളവരെ, വളരെ ഭയത്തോടെ നമ്മൾ ക്രിസ്ത്യ ജീവിതം നയിക്കണം. കർത്താവേ, പണ്ട് സാധു കൊച്ചുനിധിച്ച് പാടിയല്ലേ, സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. പ്രാർത്ഥിക്കണം നമ്മളെ കുറിച്ച്. ഞാൻ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ കൃപയാൽ വെളിച്ചം കിട്ടി, കർത്താവേ സാധു അന്ധനായി തീർന്നിടല്ലേ. സ്തോത്രം. അപ്പൊ ഇവിടെ യോഹന്നാൻ തന്നെ അളവുകോല് നമുക്ക് നൽകി. എങ്ങും പോകണ്ട, നമ്മുടെ അളവുകോല് മാറ്റണം. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ അളവുകോല് മാറ്റണം. നമ്മൾ യൂസ് ചെയ്യുന്ന മെഷറിംഗ് റോഡിന് എന്തോ പ്രശ്നമുണ്ട്. ഇപ്പം മെഷറിംഗ് റോഡ് മാറ്റണം. എന്തോ മെഷറിംഗ് റോഡ്? യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന. ഇനി ഈ എന്താ ഇതിന്റെ അർത്ഥം? ജോൺ പൈപ്പർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ പറയാം. ഇങ്ങനെയാണ്: By this you know the Spirit of God. Every spirit which sincerely confesses that Jesus Christ has come in the flesh and which has corresponding disposition of loving reverence and submission to Jesus Christ is of God. എന്താ ജോൺ പൈപ്പർ ഇവിടെ പറയുന്നത്? ജോൺ പൈപ്പർ പറയുന്നത്, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് കേവലം ഒരു വട്ടം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നതല്ല ഇവിടെ ജോൺ ഉദ്ദേശിക്കുന്നത്. പ്രത്യുത യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് കണ്ടിന്യൂസ് ആയി പ്രഖ്യാപിക്കുകയും അത് ജീവിതത്തിലും ശുശ്രൂഷയിലും പ്രതിഫലിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ്. അല്ലാതെ കേവലം ഒരു വട്ടം യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് ഒരു വട്ടം പറയുന്ന വൺ ടൈം കൺഫെഷൻ അല്ല ഇത്. ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് കൺഫെഷൻ. ഇറ്റ് ഇസ് എ കണ്ടിന്യൂവൽ കൺഫെഷൻ. കണ്ടിന്യൂസ് ആയിട്ട് സ്വീകരിക്കുന്നു. ഇപ്പൊ ഈ കൺഫെഷൻ എന്നുള്ള വേർഡ് തന്നെ അതിന്റെ മൂലഭാഷ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൺഫെഷന്റെ അർത്ഥം സെയിം വേർഡ് എന്ന്. അതിന്റെ അർത്ഥം
ദൈവം യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്ത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ ആ സാക്ഷ്യം തന്നെ സ്വീകരിക്കുകയും ആ സാക്ഷ്യത്തിനനുസരിച്ചുള്ള ജീവിതം നയിക്കുന്നതാണ് കൺഫെഷൻ, അല്ലെങ്കിൽ സ്വീകരിക്കുക എന്നതിന്റെ അർത്ഥം, അല്ലേ? നാം യേശുവിൽ വിശ്വസിച്ചപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ നമ്മൾ എന്തുവാ സ്വീകരിക്കുന്നത്? യേശു പഠിപ്പിച്ചതെല്ലാം ഞാൻ ഇനി അനുസരിച്ച് ആ യേശുവിനെ പോലെ ഞാൻ ജീവിക്കാമെന്നല്ലേ നാം സ്വീകരിച്ചത്. അല്ലാതെ ഒറ്റ വൺ ടൈം കൺഫെഷൻ ആയിരുന്നു, യേശു സ്വന്തം രക്ഷിതാവ്, ഞാൻ സ്വീകരിച്ചു, ഞാൻ സ്നാനപ്പെടുന്നു, അവിടെ കൊണ്ട് കാര്യം കഴിഞ്ഞു. ഇല്ല, ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ്. മത്തായി 11:28 നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണെങ്കിലും ഈ ഒരു സന്ദർഭത്തിൽ അത് നമ്മൾക്കൊന്ന് മനസ്സിലാക്കി പോകണം. മത്തായി 11:28, 29, 30 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അടുത്തത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അപ്പൊ യേശുവിന്റെ അടുക്കൽ വന്ന് യേശു എന്റെ പാപത്തെ ക്ഷമിച്ചു, യേശു എന്റെ രക്ഷിതാവ്, എന്റെ കർത്താവ് എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് വായും കൊണ്ട് ഏറ്റു പറയുന്ന ഒരാള് അടുത്ത് ചെയ്യുന്ന എന്തുവാ? കർത്താവിന്റെ നുകത്തിന്റെ കീഴിൽ വന്നിട്ട് കർത്താവിനെ നോക്കി പഠിച്ച് എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. ഞാൻ സൗമ്യതയുള്ളവനാണ്. അപ്പം ആ നുകത്തിന്റെ കീഴിൽ വരുമ്പോൾ നാം സൗമ്യത പഠിക്കുകയാണ്. എന്ന് പറഞ്ഞാല് ഈ സൗമ്യത എന്നുള്ള വേർഡ് എന്ന് പറയുന്നത് ഷൂ ഒന്നും ഇല്ലാതെ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടന്ന് ഇൻഷർട്ടും ചെയ്യാതെ ഷർട്ട് വെളിയിട്ട് നടക്കുന്നത്, പിന്നെ പെതുക്കെ പ്രൈസിനോട് പറയുന്നതല്ല സൗമ്യത. നമ്മൾ ഈ സൗമ്യത എന്നൊക്കെ വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ അല്ല. സൗമ്യത എന്ന് പറഞ്ഞ, മീക്ക്നെസ് എന്ന് പറഞ്ഞാല് ഒരു മൃഗത്തെ, ഒരു കുതിര, കാട്ടുകുതിര, വൈൽഡ് ഹോഴ്സിനെ കൊണ്ടുവന്നിട്ട് അതിനെ മെരുക്കി നാട്ടുകുതിരയാക്കുന്നതിനെയാണ് സൗമ്യത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ കൊണ്ടുവന്ന ആളുടെ കൈ കീഴിൽ ഇണങ്ങി, അതാ സൗമ്യത. അപ്പം കാട്ടുകുതിരയായിരുന്ന നമ്മളെ യഥേഷ്ട സഞ്ചരിച്ചു, എവിടെ ഓടി, കാണുന്നിടത്തെല്ലാം ഓടി. അങ്ങനെ വന്ന നമ്മളെ യേശു ക്രിസ്തുവിന്റെ നുകത്തിന്റെ കീഴിലാക്കിയിട്ട് ആ കർത്താവിന്റെ കീഴിൽ അവന്റെ സൗമ്യത കണ്ടിട്ട് നാമും സൗമ്യരായി തീരുക. ആ കർത്താവ് തൊടുമ്പോൾ തന്നെ അനുസരണമുള്ളവരായി തീരുന്നു. ആ നാഥന്റെ കൈക്കീഴിൽ മെരുക്കിയ മൃഗം പോലെ നാം ആയിത്തീരുന്നതാണ് സൗമ്യത. അങ്ങനെ വരുന്നതാണ് യഥാർത്ഥമായി യേശു കർത്താവ് ജഡത്തിൽ വന്നു എന്ന് കൺഫെസ്സിൽ കൂടെ നാം ചെയ്യുന്നത്. കേവലം ഒരു ദിവസം ചെയ്യുന്ന ഒരു സംഭവമല്ല ഇത്. എന്നാൽ ഈ കള്ളപ്രവാചകന്റെ ഒരു കാര്യം, ഇവൻ പറയും യേശു ജഡത്തിൽ വന്നെന്നൊക്കെ പറയുമെങ്കിലും ഈ കർത്താവിന്റെ നുകത്തിന്റെ കീഴിൽ വന്ന് കർത്താവിനെ പോലെ ഇവനായിട്ടില്ല. വായം കൊണ്ട് ചുമ്മാ പറയുന്നതേ ഉള്ളൂ. എന്നാൽ ജീവിതത്തിന്റെ ശൈലിയിൽ he has not submitted, കർത്താവിനെ പോലെ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഈ അളവുകോൽ, ഇറ്റ്സ് an antidote against false teachers. It is an antidote against false teaching. Jesus' life and Jesus' ministry, it is an antidote of false teaching. സ്തോത്രം. എങ്ങനെ പ്രതികരിക്കാൻ കഴിയും? എങ്ങനെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ കഴിയും? അതിന് ജീസസിന്റെ ലൈഫും ജീസസിന്റെ മിനിസ്ട്രിയുമാണ്. അപ്പോൾ ഏതൊരു ആത്മാവും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും ജീസസ് ജഡത്തിൽ വന്നു എന്ന് പറയുന്നെങ്കിൽ അത് ജീവിതത്തിൽ അതിൻ്റെ മാർക്ക് കാണും. താൻ എന്തെങ്കിലും മിനിസ്ട്രി ചെയ്യുന്നെങ്കിൽ ആ മിനിസ്ട്രിയിലും ആ മാർക്ക് കാണും. ജീസസിന്റെ ലൈഫും മിനിസ്ട്രിയും ഇല്ലാത്ത ഒരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല.
അയ്യോ ബ്രദറെ, യൂട്യൂബിൽ ഭയങ്കര ആൾക്കാര് അതൊക്കെ കാണും. യൂട്യൂബിലൊക്കെ ഭയങ്കര ലൈക്ക് കാണും, ഭയങ്കര സ്കോർ ആയിരിക്കും, പറയുമ്പോൾ ഭയങ്കര അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതൊക്കെ അങ്ങോട്ട് വെച്ച് കൊഴുപ്പിച്ചതൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തോ ഉണ്ടെന്നൊക്കെ തോന്നും. അതിൽ നമ്മൾ വീഴരുത്. ജീസസിന്റെ ലൈഫും ജീസസിന്റെ മിനിസ്ട്രിയും ഇല്ലാത്ത ഒരു ശുശ്രൂഷകനും ഒരു വ്യക്തിയും ദൈവത്തിന്റെ ആത്മാവിൽ നിന്നല്ല ചെയ്യുന്നതെന്ന് ഞാൻ ഈ തരുണത്തിൽ പറയാം. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അളവുകോൽ ഇവിടെ നോക്കി എന്ത് ക്ലിയറാ. അപ്പൊ നമ്മുടെ അളവുകോൽ മാറ്റണം. അവർ മെഷറിംഗ് റോഡ് ഷുഡ് ചേഞ്ച്. ഹല്ലേലൂയ. അപ്പൊ ജീസസിന്റെ ലൈഫ്, ജീസസിന്റെ മിനിസ്ട്രി നമ്മൾ നോക്കുമ്പോൾ, ജീസസിന്റെ ലൈഫ് നമ്മൾ നോക്കുമ്പോൾ, അതിൽ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഷെയർ ചെയ്തു. ജീസസിന്റെ മിനിസ്ട്രി നോക്കുമ്പോൾ, ജീസസിന്റെ മിനിസ്ട്രി കർത്താവ് ഇങ്ങനെ അങ്ങോട്ട് ജനിച്ച ഉടനെ ഒരു 12 വയസ്സൊക്കെ ആയപ്പോ എനിക്കിപ്പോ സംസാരിക്കാൻ അറിയാം, എന്നാൽ ഞാൻ മിനിസ്ട്രി ചെയ്യാം, അങ്ങനൊന്നുമല്ല കർത്താവ് ചെയ്തു. എന്നെ കഴിഞ്ഞ ദിവസം ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ ഞാനത് ധ്യാനിച്ചപ്പോൾ എന്നെ വളരെ ഹംബിൾ ചെയ്തു ആ കാര്യം. 30 വയസ്സ് വരെ ഒരു ശുശ്രൂഷൻ കർത്താവ് ചെയ്തു. ജസ്റ്റ് ഇമാജിൻ, ഒരു ശുശ്രൂഷ. കർത്താവ് വളരെ ജ്ഞാനത്തോടെ 12 വയസ്സിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ ചുറ്റിനിരുന്ന ആൾക്കാർ കേൾക്കുക, അവര് വിസ്മയിക്കുക. വാട്ട് ഈസ് സേയിങ്, എന്തോ ചോദ്യങ്ങളാ, എന്തോ ആൻസേഴ്സ് ആയി. സ്തോത്രം. 12 വയസ്സിൽ തന്നെ തനിക്കറിയാം താൻ എന്തിനാണ് ഈ ഭൂമി വന്നെന്ന്. മറിയ വന്നിട്ട് പറയുക, നിന്റെ അപ്പനും അമ്മയും എന്തിനാ ഇങ്ങനെ വിഷമിപ്പിച്ചെന്ന് ചോദിച്ചപ്പോൾ ഉടനെ പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ വസിക്കുന്നതല്ലേ. അപ്പം ജീസസ് ന്യൂ വൈ ഹാസ് കം. സ്തോത്രം. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ. അപ്പം ജീസസ് 30 വയസ്സ് വരെ ഒരു അത്ഭുതവും ചെയ്തില്ല, ഒരു ശുശ്രൂഷയും ചെയ്തില്ല. 30 years വരെ he was submitted to his parents. He was submitted. He learned submission. He learned obedience. അല്ലാതെ എനിക്ക് കൃപയുണ്ട്, എനിക്ക് അഭിഷേകം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നസറത്തിൽ കിടന്ന് അങ്ങ് ശുശ്രൂഷ ചെയ്യില്ലായിരുന്നു കർത്താവ്. സ്തോത്രം. 30 വയസ്സ്, ഏകദേശം 30 വയസ്സ് സ്നാനപ്പെടാൻ വേണ്ടി വന്നപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവ് എന്തോ ചെയ്തിട്ടാ പ്രസാദിച്ച പിതാവ്? 30 വയസ്സ് ഒരു ശുശ്രൂഷയും ചെയ്യാത്ത പുത്രനെ നോക്കി പിതാവ് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. ദാറ്റ് സബ്മിഷൻ ലൈഫ്, ആ പുത്രന്റെ ആ അനുസരണം, ആ പുത്രന്റെ ആ ജീവിതം പിതാവ് നോക്കിയിട്ട് പറയാം, ഐ ആം പ്ലീസ്ഡ് വിത്ത് മൈ സൺ. അപ്പം കർത്താവിന്റെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഞാൻ മിനിസ്ട്രിയും ലൈഫും ഇത് രണ്ടാണ്, ഈ രണ്ട് കാര്യമാണ് മെഷറിംഗ് റോഡ്. ഈ മെഷറിംഗ് റോഡ് വെച്ചിട്ട് വേണം എന്നെയും സകല വ്യക്തികളെയും നാം അളക്കാൻ. അല്ലാതെ വേറെ ഒരു അളവ് പോലും ഇല്ല. ഇപ്പൊ ജീസസിന്റെ മിനിസ്ട്രി നോക്കിക്കേ, തിരുവചനത്തിന് വേണ്ടി എത്ര പ്രാധാന്യം താൻ കൊടുത്തിരുന്നു മിനിസ്ട്രിയിൽ. പല കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വെച്ച് ഞാൻ ദൈവവചനം ശുശ്രൂഷ മാത്രം എടുക്കുന്നു. ജീസസിന്റെ മിനിസ്ട്രിയിൽ വേർഡ് മിനിസ്ട്രിക്ക് വളരെ പ്രധാന കാര്യം കർത്താവ് കൊടുത്തു. നമ്മൾ കണ്ടു, മത്തായി എഴുതിയ സുവിശേഷം 4:23 കണ്ടു, താൻ പ്രസംഗിച്ചു, ഉപദേശിച്ചു, രോഗികളെ സൗഖ്യമാക്കി. അല്ലാതെ രോഗികളെ സൗഖ്യമാക്കി നല്ല എഴുതി. പ്രസംഗിച്ചു, പഠിപ്പിച്ചു, ഉപദേശിച്ചു, രോഗികളെ സൗഖ്യമാക്കി. അപ്പൊ ഈ 3 കാര്യത്തിലും വചന ശുശ്രൂഷയാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കണം. കർത്താവിന്റെ ശുശ്രൂഷയുടെ പ്രാരംഭ ആ ദിവസം, അല്ലെങ്കിൽ തുടങ്ങിയ ആ സമയം, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ ഓൾറെഡി ധ്യാനിച്ചതാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയും, നസ്രേത്തിലെ പള്ളിയിൽ കയറി പുസ്തകം കൊടുത്തപ്പോൾ കർത്താവ് ആ പുസ്തകം മടക്കി എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, പുസ്തകം അത് വിടർത്തി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതിന് ശേഷം അതിനെ വ്യാഖ്യാനിച്ചു കൊടുത്തു. ഈ എക്സ്പോസിറ്റ് ദ സ്ക്രിപ്ചർ. ആരാ കർത്താവ്? 4:1 ഫുൾ ഓഫ് ദി ഹോളി സ്പിരിറ്റ്, 4:14 പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്, ആത്മാവ് നിറഞ്ഞു. 4:14 പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വന്ന കർത്താവ്
പുസ്തകം അടച്ചെന്നല്ല, പുസ്തകം വിടർത്തിയെന്ന്. അപ്പോൾ ആത്മാഭിഷേകം ഉള്ളത് കൊണ്ട് വചന ശുശ്രൂഷ അവഗണിച്ചില്ല കർത്താവ്. ഈ അളവുകോല് വെച്ച് അളക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഈ അളവുകോല് വെച്ച് അളക്കണം. ഹൗ ഡസ് ദാറ്റ് പേഴ്സൺ എക്സ്പോസിറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്? ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് ഈ മനുഷ്യൻ വ്യാഖ്യാനിക്കുന്നത്? സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാണോ വ്യാഖ്യാനിക്കുന്നത്, അതോ ഈ തിരുവചനം പറയുന്നത് പോലെയാണോ വ്യാഖ്യാനിക്കുന്നത് എന്ന് നാം ശോധന ചെയ്യണം. ക്രൈസ്റ്റ് നോക്കിക്കേ, അന്ന് വരെ ഈ അധ്യായങ്ങളും വാക്യങ്ങളൊക്കെ വായിച്ചു കാണും, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു വായിച്ചു ആശീർവാദം പറഞ്ഞിട്ട് പോയി. പക്ഷെ ആ ദിവസം കർത്താവ് ഇത് വ്യാഖ്യാനിച്ചപ്പോൾ ഈ വായനയിൽ ദിസ് ഇസ് ഫുൾഫിൽഡ് ഇൻ യുവർ റീഡിങ്, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന മെഷിയ ഞാൻ തന്നെയാണെന്ന് പറയുമ്പോൾ അവർ വിസ്മയിച്ചു പോയി. അവസാനം യേശുവിനെ അവർ തള്ളിയിടാനൊക്കെ നോക്കി. കണ്ടോ, അഭിഷേകം എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ആരും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല, നിന്റെ മുമ്പിൽ നിൽക്കുന്നവരെ തെറിച്ചു പോകും. അങ്ങനൊന്നുമല്ല. അഭിഷേകമുള്ള കർത്താവ് വചനം തുറന്ന് വചനം വ്യാഖ്യാനിച്ചു. അഭിഷേകമുള്ള കർത്താവിനെ അവർ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ നോക്കി. എന്താ കാരണം? കാരണം കർത്താവ് അവിടെ ഒരു കാര്യം പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. മെഷിയ വന്നു, പക്ഷെ മെഷിയ വന്നത് നിങ്ങളെ രക്ഷിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് താല്പര്യമില്ല, അതുകൊണ്ട് ഇത് എവിടോട്ട് പോകും? 25:4 ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 25-26 വാക്യം വായിക്കേണ്ട ആവശ്യമില്ല. 25 തൊട്ട് 27 വാക്യം വായിക്കുമ്പോൾ അവിടെ 2 വ്യക്തികളെ കാണാൻ കഴിയും. ഒന്ന് സരാഫത്തിലെ വിധവയും, 2 നാമാനും. 2 പേരും ഇസ്രായേലികളല്ല, 2 പേരും യഹൂദന്മാരല്ല. അപ്പം മെശീഹ വന്നു സത്യം, പക്ഷെ മെഷിയായെ റിജക്റ്റ് ചെയ്താൽ മെഷിയ വന്ന ഈ അനുഗ്രഹം, എന്തിനാ മെഷിയ വന്നത്? ഇത് ജാതികളിലേക്കും ചെല്ലുമെന്ന് കേട്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ യേശു കർത്താവ് അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസിനെ പാസിഫൈ ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ളത് കുഴച്ചു കൊടുക്കുകയല്ലായിരുന്നു ചെയ്തത്. ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം പറഞ്ഞപ്പോൾ ആൾക്കാര് കല്ലെറിയാൻ തുടങ്ങി. പീപ്പിൾ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, ദൈവത്തിന്റെ വചനത്തോട് ഈ മിനിസ്ട്രി എങ്ങനെ, നമ്മുടെ പണമൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിച്ചു കൊടുക്കണം. ദൈവവചനത്തോടുള്ള പ്രതികരണം എങ്ങനെ? ഹൗ ഇസ് ദ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ വേർഡ് ഓഫ് ഗോഡ്? ഇനി ജീസസിന്റെ മിനിസ്ട്രിയിൽ ഒന്ന് നമുക്കൊന്ന് ഓടിച്ച് പോകാം. 4-ാം അധ്യായത്തിന്റെ 16 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ ശുശ്രൂഷയുടെ പ്രാരംഭത്തിന്റെ പബ്ലിക് മിനിസ്ട്രിയിൽ കർത്താവ് വചനത്തെ തുറന്ന് വ്യാഖ്യാനിച്ചു കൊടുത്തെങ്കിൽ, കർത്താവിന്റെ മിനിസ്ട്രിയുടെ അവസാനവും കർത്താവ് വചനത്തെ തുറന്ന് വ്യാഖ്യാനിച്ചു കൊടുത്തു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം ഒന്ന് വന്നാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം. അവിടെ നമുക്കറിയാം, എമ്മോസിൽ നിന്ന് യെരുശലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോയ ആ വ്യക്തികളോട് കർത്താവ് അവർ കൂടെ നടന്ന് സംസാരിച്ചപ്പോൾ അതിന്റെ 27-ാമത്തെ വാക്യം, 24, 27 നോക്കിക്കേ. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. കണ്ടോ, മോശ തുടങ്ങി പ്രവാചകം എല്ലാ തിരുവെഴുത്തിലും അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ശുശ്രൂഷയുടെ തുടക്കത്തിൽ വ്യാഖ്യാനിച്ചു, ശുശ്രൂഷയിൽ തുടർമാനം വ്യാഖ്യാനിച്ചു, അവസാനത്തിലും ദൈവവചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. ഈ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? 32-ാമത്തെ വാക്യം. Verse 32. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, കത്തട്ടെ 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 എന്ന് പറഞ്ഞു. അങ്ങനാണോ തീ കത്തിച്ചത്? അങ്ങനല്ല. തിരുവചനം വ്യാഖ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ കത്തൽ കൊണ്ടുവരും. അല്ലാതെ നമ്മൾ കത്തട്ടെ കത്തട്ടെ എന്ന് പറഞ്ഞാൽ കത്തത്തില്ല. ഇന്നങ്ങ് കത്തിക്കുക. പക്ഷെ കത്തിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം,
വചനം വായിച്ചായിരുന്നോ? വചനം വ്യാഖ്യാനിച്ചായിരുന്നോ? ഇല്ല. അവിടുത്തെ ഇവിടുന്ന് ഒക്കെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ബൈബിൾ അങ്ങ് അടച്ചു വെക്കാം. ഇനി നമുക്ക് തീന്റെ ശുശ്രൂഷയാണ്. കർത്താവ് അങ്ങനെ ചെയ്തു. വചനം തുറന്ന് വ്യാഖ്യാനിച്ചു കൊടുത്തവർക്ക് മനസ്സിലാക്കിയപ്പോൾ അവർ ഉള്ളം കത്തി. ബോസ്റ്റൺ പ്രെയർ ലൈനിലുള്ള ദൈവമക്കൾ പ്രാർത്ഥിക്കണം, കർത്താവേ, വേണ്ടാത്ത തീ വേണ്ട. തിരുവചനം കേട്ട് ഉള്ളത്തെ കത്തിക്കുന്ന, ഉള്ളത്തെ ബേൺ ചെയ്യുന്ന തിരുവചന വ്യാഖ്യാനത്തിൽ ഹൃദയത്തിന്റെ അകത്ത് ഉള്ളറുകളെ കർത്താവ് തുറക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം തുറന്നു കർത്താവ്. വചനം തുറന്നപ്പോൾ അവരുടെ കണ്ണു തുറന്നു. ജീസസ് ഓപ്പൺ their eyes. നോക്കിക്കേ, 31 വാക്യം, 31. ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. കണ്ടോ? കണ്ണ് തുറന്നു, അവനെ അറിഞ്ഞു. അപ്പൊ കണ്ണ് തുറന്നതും അറിഞ്ഞതും ഹൃദയം കത്തുവാനൊക്കെ ഉള്ള മൂല കാരണം എന്തുവാ? കർത്താവ് വഴിയിൽ അവരോട് എന്തോ സംസാരിച്ചത്? തിരുവഴുത്തുകളെ തുറന്ന്, ഈ ഓപ്പൺ ദ സ്ക്രിപ്ചേഴ്സ്. മിനിസ്ട്രിയുടെ തുടക്കത്തിലും തുടർമാന മിനിസ്ട്രിയിലും മിനിസ്ട്രിയുടെ എൻഡിലും ഈ ഓപ്പൺ ദ സ്ക്രിപ്ചേഴ്സ് ആൻഡ് ടോൾഡ് ദം. സത്യം പറഞ്ഞു. യേശുക്രിസ്തുവിനെ, ജീസസിനെ കുറിച്ച് അവരോട് പറഞ്ഞു. അവർ ഉള്ളം കത്തി, അവരുടെ കണ്ണ് തുറന്നു. ദേ റെക്കഗ്നൈസ് ജീസസ്. അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തപ്പോൾ എന്തു സംഭവിച്ചെന്നറിയാമോ? ഇവര് ആ നിമിഷത്തിൽ തന്നെ, അറ്റ് ദാറ്റ് വെരി മൊമെന്റ്, 33 വാക്യം, 33. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ആ നാഴികയിൽ തന്നെ. കണ്ടോ? എന്തോ യെരുശലേമിൽ ചെന്നിട്ട് പറയാൻ പോകുന്നത്? ജീസസ് ഇസ് അലൈവ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ഈ വ്യക്തികളോട് പറഞ്ഞു. ആരെ നമുക്ക് ഫോഴ്സ് ചെയ്യേണ്ട സുവിശേഷ വേലയ്ക്ക് വേണ്ടി. ആരെയും തെള്ളിയിടേണ്ട ആവശ്യമില്ല. ആരോട് നിർബന്ധമായി വീഡിയോയിൽ വരാൻ വേണ്ടി കൈവക്കാൻ പറയേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ വചനം പത്യതയോടെ നിന്ന് കൃപയിൽ നിന്ന് അതിനെ ശരിക്കും വ്യാഖ്യാനിച്ചാൽ പരിശുദ്ധാത്മാവ് ആ വ്യാഖ്യാനത്തിൽ നിന്ന് ഹൃദയങ്ങളെ സ്പർശിച്ച് അവരുടെ കണ്ണിനെ തുറന്ന് ജീസസിനെ മനസ്സിലാക്കി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവർ തന്നെ സമർപ്പിക്കപ്പെടും. അങ്ങനെയുള്ള ശുശ്രൂഷ നിലനിൽക്കും. അല്ലാതെ ഇപ്പൊ തീ എന്നൊക്കെ പറഞ്ഞിട്ട് വിടുന്നതൊന്നും നിലനിൽക്കത്തില്ല. പ്രിയരെ, കണ്ടോ ഇത്? എന്നിട്ട് കർത്താവ് എടുത്ത് ചെയ്ത് എന്താ നോക്കിക്കേ. എന്നിട്ട് 44 വാക്യം, 45 വാക്യം. തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നു. എന്തുകൊണ്ടാണ് കർത്താവ് ഈ ഒരു പ്രൈം കാര്യം ഇവിടെ ചെയ്തത്? വൈ ഡിഡ് ഹി ഡു ദാറ്റ്? ഹി ഓപ്പൺഡ് സ്ക്രിപ്ചർ. 1. 2, ഈ ഓപ്പൺ ദിയർ ഐസ്, കണ്ണു തുറന്നു. 3, ഈ ഓപ്പൺ ദിയർ മൈൻഡ്, അവരുടെ ബുദ്ധിയെ കർത്താവ് തുറന്നു. എന്തിനാ? തിരുവഴുത്തുകളെ മനസ്സിലാക്കാൻ. എന്തിനാ? ഇത് കർത്താവ് ചെയ്തിട്ടാണ് കർത്താവ് പറയുന്നത്. 49 വാക്യം, ബിഹോൾഡ് ഐ എം സെൻഡിങ് ഫോർ ദ പ്രോമിസ് ഓഫ് മൈ ഫാദർ. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്ത ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് അയക്കാം. എപ്പോഴാ പറഞ്ഞത്? തിരുവഴുത്തുകളെ മനസ്സിലാക്കാൻ ബുദ്ധിയെ തുറന്നതിന് ശേഷം പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ എന്റെ വേല ചെയ്യും, എന്റെ സാക്ഷികളായി തീരും. ആ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി തിരുവഴുത്തുകളെ നിങ്ങൾ മനസ്സിലാക്കി, ആ തിരുവഴുത്തുകൾ എന്നെ കുറിച്ച് എന്തോ പറയുന്നതോ അത് നിങ്ങൾ വിളിച്ച് പറയണമെങ്കിൽ ഈ തിരുവഴുത്തുകൾ നിങ്ങൾ മനസ്സിലാക്കണം. വേർഡ് ആൻഡ് സ്പിരിറ്റ്, ദൈവത്തിന്റെ വചനവും ആത്മാവും സെപ്പറേറ്റ് അല്ല, ഇത് ഒരുമിച്ചാ കിടക്കുന്നത്. ഇന്ന് പലർക്കും എന്താ വേണം? അഭിഷേകം വേണം. തിരുവഴുത്തുകളെ മനസ്സിലാക്കാൻ ബുദ്ധിയെ തുറക്കണോ? അത് വേണ്ട. പരിശുദ്ധാത്മാവ് വരുമ്പോ പിന്നെ ആത്മാവ് ഇതെല്ലാം അങ്ങ് ചെയ്തോളൂ. ഹോളി സ്പിരിറ്റ് ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായോ വചനത്തിന്റെ ആ ബൗണ്ടറിയുടെ വെളിയിൽ നിന്നോ ഒരു കാര്യവും ചെയ്യുന്നില്ല. ദൈവത്തിന്റെ വചനം നാം ഗ്രഹിച്ച് ജീസസ് ആരാ എന്ന് ഗ്രഹിച്ചതിന് ശേഷമേ നമുക്ക് സാക്ഷികളാകാൻ പറ്റത്തുള്ളൂ.
അത് ഗ്രഹിക്കാൻ വേണ്ടി അവർ ബുദ്ധിയെ തുറന്നപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി, അവർക്ക് കാര്യം മനസ്സിലായി. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരെ എൻകറേജ് ചെയ്തു, അവരെ അഭിഷേകം ചെയ്ത് അവർക്ക് മനസ്സിലായ കാര്യം അവർ പ്രസ്താവിക്കാൻ തുടങ്ങി. പത്രോസ് എന്താ ചെയ്ത ആദ്യത്തെ പെന്തക്കോസ് പ്രസംഗത്തിൽ? ഞാൻ ചിലപ്പോ ചിന്തിക്കും, പെന്തക്കോസ് പ്രസംഗത്തിൽ എന്റെ ദൈവമേ, പുള്ളി എഴുന്നേറ്റ് പറയാ, ഞാൻ കഴിഞ്ഞ ദിവസം വളരെ പ്രയാസത്തിൽ കൂടെ കടന്നുപോയപ്പോൾ എന്റെ പടകത്തിൽ കാലിയായിരുന്നു, കർത്താവിന്റെ പടകിലേക്ക് വന്നു, പെരുത്ത മീൻകൂട്ടത്തെ തന്നു. ഇന്നത്തെ ഒരു കോണ്ടംപററി പ്രസംഗം. പെരുത്ത മീൻകൂട്ടത്തെ തന്നു, അങ്ങനെ എന്റെ പടകം നിറഞ്ഞു, യോഹന്നാന്റെ പടകം നിറഞ്ഞു, സ്തോത്രം. അപ്പൊ യോഹന്നാനും അവിടുന്ന് കൈപൊക്കി, സ്തോത്രം, എന്റെ നിറഞ്ഞു, സബദി മക്കൾ എല്ലാം നിറച്ചു. അങ്ങനെ വളരെ ഞങ്ങൾ സന്തോഷത്തോടു കൂടെ കടന്നുപോയി. ഇതാ പുള്ളി പ്രസംഗിച്ചായിരുന്നെങ്കിൽ ആൾക്കാർ എന്തോ ചിന്തിച്ചേനെ, ഞങ്ങളുടെ നിറയ്ക്കു യേശു, അല്ലേ? പുള്ളി അതല്ല പ്രസംഗിച്ചത്, അതല്ല അവിടെ പ്രസംഗിക്കേണ്ടത്. നിങ്ങൾ ക്രൂശിച്ച ഈ യേശു തന്നെ ക്രിസ്തുവും കർത്താവുമായി പിതാവ് വെച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവരുടെ ഹൃദയം കുത്തുകൊണ്ടു. അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് പറയുക, സഹോദരന്മാരെ, ഞങ്ങൾ എന്തോ ചെയ്യണം? ആത്മാവ് കണ്ടോ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗം എടുത്ത് പഠിക്കണം. പഴയ നിയമത്തിന്റെ വാക്യങ്ങളെ, സ്തോത്രം, സങ്കീർത്തനങ്ങളെ, യോവേൽ പ്രവാചകന്റെ പുസ്തകങ്ങളെയൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് യേശുവിന്റെ ശുശ്രൂഷ, യേശുവിന്റെ ഉയർപ്പ്, യേശുവിന്റെ മരണം, സ്വർഗാരോഹണം എല്ലാം വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുക. ആത്മാവ് വന്നുള്ള മനുഷ്യൻ ഇതാ ജീസസിനെ ഉയർത്തും, അല്ലാതെ സ്വയം ഉയർത്തുന്ന പ്രോഗ്രാം അല്ല. ജീസസിനെ ഗ്ലോറിഫൈ ചെയ്യും. ജീസസ് ആരാ എന്ന് പറയും, ജീസസ് എന്തിനാ വന്ന എന്ന് പറയും, ജീസസിൽ കൂടെ നിനക്ക് ലഭിക്കുന്ന ആത്മീയ വാറ്റത്വം എന്താന്ന് പറയും. ഇതാണ് മിനിസ്ട്രി, ഇതാണ് മിനിസ്ട്രി. അല്ലാതെ ഇന്ന് കേൾക്കുന്നത് പോലെ ആത്മാ വരുമ്പോ പടകം നിറയും, പിന്നെ ദാരിദ്ര്യം പോകും, ദാരിദ്ര്യം ഒരു ശാപമാണ് എന്നൊക്കെയുള്ള ഉപരിവിപ്ലവമായിരിക്കുന്ന പ്രസംഗമല്ല പ്രിയരെ വേണ്ടത്. ശുശ്രൂഷ എങ്ങനെയാണെന്ന് നോക്കണം. ജീസസിന്റെ മിനിസ്ട്രി എങ്ങനെയായിരുന്നു? ഉടനീളം, ത്രൂ ഔട്ട് ഹിസ് മിനിസ്ട്രി, ഹി ഓപ്പൺഡ് ദ സ്ക്രിപ്ചേഴ്സ്, ഹി എക്സ്പ്ലെയിൻഡ് ഹൂ ഇസ് ഹി ത്രൂ ദ സ്ക്രിപ്ചേഴ്സ്. തിരുവഴുത്തുകളെ തുറന്നു, കണ്ണിനെ തുറന്നു, ബുദ്ധിയെ തുറന്നു, ആത്മാവിനെ അയച്ചു. ആത്മാവ് തിരുവചനത്തിൽ കൂടെ അവരെ നയിച്ചു. ഒരു ദേവദാസൻ പറഞ്ഞ ഒരു കാര്യം, ആത്മാവ് സ്റ്റീം എഞ്ചിൻ ആണെങ്കിൽ തിരുവഴുത്ത് റെയില. സ്റ്റീം ഉണ്ടായിട്ട് കാര്യമില്ല. ഈ സ്റ്റീം എഞ്ചിൻ പോകാൻ വേണ്ടി ഒരു പാളം വേണം, ഒരു റെയിൽ വേണം. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷകളെ നയിക്കത്തുള്ളൂ. അല്ലാതെ തിരുവചനം അടച്ചു വെച്ചിട്ട് ഒരു ശുശ്രൂഷയും അത് ക്രിസ്തുവിന്റെ മാതൃക പ്രകാരമുള്ള ശുശ്രൂഷയല്ല. ഇതാണ് മെഷറിംഗ് റോഡ്. ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് കൺഫസ് ചെയ്യുന്ന ഒരാള് ക്രൈസ്റ്റ് എങ്ങനെ മിനിസ്റ്റർ ചെയ്തോ അതുപോലെ ചെയ്യും. അതുപോലെ ആത്മാവ് തന്നെ നയിക്കും, ക്രൈസ്റ്റ് എങ്ങനെ ചെയ്തു. ഇനി ജീസസിന്റെ വേർഡ് മിനിസ്ട്രി ഒന്ന് ഞാൻ ഈ 4 സുവിശേഷങ്ങളിൽ കൂടെ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ദൈവമക്കളോട് ഒരു കാര്യം ഉള്ളവരുണ്ടായിരിക്കാം, എന്നാലും ഞാനൊന്ന് എൻകറേജ്മെന്റ് വേണ്ടി പറയുക. എല്ലാ ദിവസവും സുവിശേഷത്തിന്റെ ഒരു ഭാഗം വായിച്ചിട്ടേ കിടക്കാവും. ഐ ഡു ദാറ്റ്. ചെറിയൊരു പാസേജ് ജീസസിന്റെ ലൈഫ് ആൻഡ് മിനിസ്ട്രി വായിച്ചിട്ട് കിടക്കണം. ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ജീസസിന്റെ ലൈഫും മിനിസ്ട്രിയും നമുക്ക് മെഷറിംഗ് റോഡായിട്ട് എടുക്കണം എല്ലാ കാര്യത്തിലും. ജീസസ് എങ്ങനെയായിരുന്നു? ജീസസിന്റെ ലൈഫ് ഇങ്ങനെയാണോ? ജീസസിന്റെ മിനിസ്ട്രി ഇങ്ങനെയാണോ? ജീസസ് പൈസ, എന്റെ അക്കൗണ്ട് നമ്പർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും ഒന്ന് ഇത് ടൈപ്പ് ചെയ്ത്. കർത്താവ്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ജീസസിന് മണി ഒരു വിഷയമല്ലായിരുന്നു. അതുകൊണ്ടില്ലേ യൂദ ഇതിന്റെ ഇടയ്ക്ക് മോട്ടിക്കുന്നു പറഞ്ഞിട്ടും പുള്ളിയെ മാറ്റിയില്ലല്ലോ. നമ്മളായിരുന്നെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ മാറ്റിയത് അല്ലേ? ഏറ്റവും ഉത്തമനായിരിക്കുന്ന മത്തായിയുടെ കയ്യിൽ ഇത് കൊടുത്തേനെ. കർത്താവ് അത് ചെയ്തില്ല. കാരണം കർത്താവിന് പൈസ ഒരു വിഷയമല്ലായിരുന്നു മിനിസ്റ്റർ. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതിലേക്ക് വരാം. അപ്പം ജീസസിന്റെ ആ വേർഡ് മിനിസ്ട്രി നമ്മൾ സുവിശേഷങ്ങൾ കൂടെ ഒന്ന് പോകുമ്പോൾ, മത്തായി എഴുതിയ സുവിശേഷം ഒന്ന് നോക്കിക്കേ. മത്തായി എഴുതിയ സുവിശേഷത്തിൽ കുറിച്ചിടുന്നവർക്ക് 5 ടീച്ചിങ് തന്നെയാണ് ജീസസിന്റെ ഉള്ളത്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 5 തൊട്ട് 7 വരെയുള്ള അധ്യായങ്ങളിൽ
പർവ്വത പ്രസംഗം, ദ സർമൺ ഓൺ ദി മൗണ്ട്, 5 തൊട്ട് 7 വരെയുള്ള അധ്യായം. 10-ാം അധ്യായത്തിൽ യേശുവിന്റെ അടുത്ത ടീച്ചിങ് നമുക്ക് കാണാൻ കഴിയും. 10-ാം അധ്യായത്തിൽ 13-ാം അധ്യായത്തിൽ ഉപമകൾ പറഞ്ഞ് ദൈവരാജ്യം എന്താണെന്നും അവിടെ വളരെ വിശാലമായി കർത്താവ് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. 13-ാം അധ്യായത്തിന്റെ 3-ാമത്തെ ടീച്ചിങ്. 18-ാം അധ്യായത്തിൽ അടുത്ത ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. അടുത്ത 5-ാമത്തെ ടീച്ചിങ് 21 തൊട്ട് 25 വരെയുള്ള അധ്യായങ്ങളിൽ 5-ാമത്തെ യേശുവിന്റെ ഉപദേശ പാഠങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ 5 ജീസസിന്റെ ടീച്ചിങ്ങിന്റെ പില്ലറിലാണ് മത്തായി എഴുതിയ സുവിശേഷം വെച്ചിരിക്കുന്നത്. ഈ ടീച്ചിങ് കഴിഞ്ഞതിന് ശേഷം 28-ാം അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം നമുക്കറിയാവുന്ന വാക്യമാണ്. അതിന്റെ 19-ാമത്തെ വാക്യം പറയുന്ന കാര്യം നമുക്കറിയാം. 19-ാമത്തെ വാക്യം മത്തായി എഴുതിയ സുവിശേഷം 28:19-20 വാക്യം അവിടെ ഞാൻ വായിക്കാം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും, അടുത്തത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. അപ്പം മാത്യു ഗോസ്പൽ ജീസസിന്റെ ഉപദേശം ഇങ്ങനെ പഠിപ്പിച്ചു വന്നിട്ട് 28-ാം അധ്യായത്തിൽ പറയുകയാണ്, ഇത് നിങ്ങൾ എല്ലാവരും പഠിപ്പിക്കണം. ജീസസിന്റെ ടീച്ചിങ് ആണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞല്ലോ. തുടക്കം, അതിന്റെ ജീസസിന്റെ മിനിസ്ട്രിയുടെ മിഡിൽ ഭാഗം, ലൂക്കോസിന്റെ മിഡിൽ ഭാഗം വരുമ്പോൾ 9:51 തൊട്ട് എഴുതിയെടുത്തു. 9:51 തൊട്ട് 19:44 44 9:51 till 1944 യെരുശലേമിലേക്ക് പോകുന്ന വഴിയിൽ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. നോക്കിക്കേ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എത്ര മേജർ പാർട്ട് ജീസസ് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ജീസസ് ടീച്ചിങ് എന്തോ പഠിപ്പിക്കുന്നത്? ശിഷ്യത്വ പാഠങ്ങളാണ് അവിടെ. 9:51 തൊട്ട് 19:44 ദ വേ ടു ജെറുസലേം. അതിനെ അങ്ങനെ വിളിക്കുന്നത് അങ്ങനെ തന്നെ, യെരുശലേമിലേക്കുള്ള വഴി. അപ്പൊ ശിഷ്യൻ ആരാണ്? ആ കർത്താവ് പോയ പാതെ യെരുശലേമിലേക്ക് പോകുന്ന ആ വഴിയിലേക്ക് പോകാനാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. അതാണ് ആ മേജർ ബ്ലോക്സ് നമ്മളെ പഠിപ്പിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം. അതിൽ നമ്മൾ പ്രാരംഭത്തിൽ കണ്ടത് 4-ാം അധ്യായത്തിൽ പുസ്തകം വിടർത്തി നസറേത്തിന്റെ പള്ളിയിൽ പ്രസംഗിച്ചു. ലൂക്കോസ് 24-ൽ കണ്ടത് തന്റെ ശുശ്രൂഷയുടെ അവസാനത്തിൽ പുസ്തകം തുറന്ന് പഴയ നിയമത്തിന്റെ ഒക്കെയും അധ്യായങ്ങളിൽ കൂടെ തന്നെ കുറിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ ലൂക്കോസിന്റെ സുവിശേഷം ജീസസിന്റെ ടീച്ചിങ് കണ്ടോ, എന്തോ ക്ലാരിറ്റി ആയിട്ട് പഠിപ്പിക്കുക. ഇനി മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരാം. മർക്കോസിന്റെ സുവിശേഷം വളരെ ചെറുതായിട്ട് വളരെ കൺസൈസ് ആയിട്ട് ഈ സുവിശേഷം എഴുതിയിരിക്കുമെങ്കിൽ പോലും ജീസസിന്റെ ടീച്ചിങ് വളരെ സീരിയസ് ആയി മർക്കോസ് പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. ദൈവവചനത്തോട് കർത്താവിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കിക്കേ, അല്ലെങ്കിൽ ആ പ്രതികരണം ഒന്ന് നോക്കിക്കേ. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് നോക്കിക്കേ. മർക്കോസ് 7:6 മുതലുള്ള വാക്യം. അവരോട് ഉത്തരം പറഞ്ഞതും, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരെ തകർന്നിരിക്കുന്നു. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. വർഷിപ്പ് ചെയ്യുന്നുണ്ടോ? ഭയങ്കര വർഷിപ്പാ, ഭയങ്കര ആരാധന. പക്ഷെ കർത്താവ് പറയും വ്യക്തമായിട്ട് ആരാധിക്കുന്നു. കാരണം എന്താ? അതിന് റീസൺ ഉണ്ട്. 8-ാം വാക്യത്തിൽ 2 കാര്യമുണ്ട്. 13-ാമത്തെ വാക്യം കൂടെ ഒന്ന് ചേർത്ത് പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരുടെ ആരാധന ദൈവം അക്സെപ്റ്റ് ചെയ്യാത്തത്? 8-ാം വാക്യം നോക്കിക്കേ. നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. ദൈവകൽപ്പന വിട്ടുകളഞ്ഞു. ഇനി മുമ്പോട്ട് വായിച്ചു 9-ാമത്തെ വാക്യം. 9:9
പിന്നെ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. 2, ദൈവകൽപ്പന തള്ളിക്കളഞ്ഞു. ദൈവകൽപ്പന വിട്ടു, ദൈവകൽപ്പന തള്ളിക്കളഞ്ഞു. ഇനി 13ാമത്തെ വാക്യം. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ഈ വക പലതും ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ഈ 3 കാര്യം: ദൈവകൽപ്പന വിട്ടു, ദൈവകൽപ്പന തള്ളിക്കളയുന്നു, ദൈവകൽപ്പന ദുർബലമാക്കുന്നു. പക്ഷെ എന്തുണ്ട്? ഭയങ്കര വർഷിപ്പുണ്ട്, ഭയങ്കര ആരാധനയാ. സ്തോത്രം. ആരാധനയും ദൈവത്തിന്റെ വചനവും കണക്റ്റഡാ. സ്തോത്രം. ദൈവവചനത്തെ ബഹുമാനിക്കാത്ത ഒരു ആരാധനയും ശരിയായ ആരാധനയല്ല. ഞാൻ എൻ്റെ ശുശ്രൂഷയെ കണ്ടോണ്ട് പാട്ട് പാടുന്ന സമയത്ത് എൻ്റെ ദൈവമേ ഭയങ്കര ആരാധന. പ്രസംഗിക്കാൻ വേണ്ടി ബൈബിൾ അങ്ങോട്ട് തുറക്കി ഉറക്കും. എന്തോ സീരിയസ് പ്രോബ്ലം ഉണ്ട്. അലക്ഷ്യമായിരിക്കുക, ദൈവവചനം അലക്ഷ്യമായിരിക്കുക. പിന്നെ ചിലർ ചർച്ചയിൽ നിന്ന് അങ്ങ് വെളി പോകുക, ദൈവവചന ശുശ്രൂഷ ചർച്ചയിൽ നിന്ന് അങ്ങ് വെളി പോകും. എന്തുവാ വെളി പരിപാടി എന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് അവസാനം അങ്ങോട്ട് അവർക്കറിയാം എപ്പോഴും അങ്ങോട്ട് തീരുന്ന ഒരു 10 മിനിറ്റ് മുമ്പേ കയറി വരും. പക്ഷെ പുള്ളി കോറിലുണ്ട്, പുള്ളി ആരാധിക്കുന്നുണ്ട്. അതാണ് അതിന്റെ രസം. മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗം ഇറങ്ങി വന്നതുപോലെ തോന്നും. പക്ഷെ ദൈവജനത്തോട് ഒരു നിസ്സംഗ മനോഭാവം അത് ഒരിക്കലും പാടില്ല. ഇനി 8-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 27 തൊട്ട് 8-ന്റെ 27 തൊട്ട് 10-ാം അധ്യായം മൊത്തം 8-ന്റെ 27 തൊട്ട് 10-ാം അധ്യായം മുഴുവനും ജീസസിന്റെ ശിഷ്യത്വ പാഠങ്ങളാണ്. മർക്കോസിന്റെ സുവിശേഷം അതും ജെറുസലേമിലേക്കുള്ള വഴിയാ കാണിക്കും. ഞാൻ വാക്യങ്ങൾ പറയും. 8-ന്റെ 31 തൊട്ട് 38 വരെയുള്ള വാക്യങ്ങൾ, 8-ന്റെ 31 തൊട്ട് 38 വരെയുള്ള വാക്യങ്ങൾ, 9-ന്റെ 31, 10-ന്റെ 33, 34. 3 മേജർ ശിഷ്യത്വ പാഠങ്ങളാണ് ഈ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ സെൻട്രൽ ഭാഗത്ത് മർക്കോസ് അടുക്കി വെച്ചിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം ഇങ്ങനെ മത്തായി കണ്ടു, മർക്കോസ് കണ്ടു, ലൂക്കോസ് കണ്ടു. ഇനി യോഹന്നാന്റെ സുവിശേഷം നോക്കിക്കേ. യോഹന്നാന്റെ സുവിശേഷം ധാരാളം കാര്യം പറയാനുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് സൂചിപ്പിച്ചിട്ടങ്ങ് പോകാം. യേശുവിന്റെ അത്ഭുതങ്ങളെ യോഹന്നാൻ അത്ഭുതമായിട്ടല്ല, അടയാളമായിട്ടാണ്. ഈ എല്ലാ അത്ഭുതം കഴിഞ്ഞ് ജീസസിന്റെ ടീച്ചിങ് ഉണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് അത്ഭുതം ചെയ്തു. എന്നാൽ അത് എന്താണ് അപ്പം, ആരാണ് അപ്പം എന്ന് കർത്താവിനെ പഠിപ്പിക്കുക. 6-ാം അധ്യായം മുഴുവനും ആ ജീവനുള്ള അപ്പം ആരാന്ന് പഠിപ്പിക്കുക, ടീച്ചിങ്. എന്നാൽ ഞാൻ ചില വാക്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമരിയിൽ വലിയ ഉണർവ് നടന്നു, അല്ലേ? 39 മുതലുള്ള വാക്യം നോക്കിക്കേ. 39, 4-ന്റെ 39. ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 39 onwards. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞുവെന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ രോഗരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നുവെന്ന് സ്ത്രീയോട് പറഞ്ഞു. കർത്താവ് 2 ദിവസം എന്തോ ശമരി ചെയ്തത്? 2 ദിവസം കഴിഞ്ഞിട്ട് പ്രസംഗിച്ചു. വേണ്ട, 2 ദിവസം അവിടെ പ്രസംഗിച്ചു. അതുകൊണ്ടാണ് 41-ാമത്തെ വാക്യം, മെനി മോർ ബിലീവ്ഡ് ബിക്കോസ് ഓഫ് ഹിസ് വേർഡ്. അവിടെ ഒരു അത്ഭുതം കർത്താവ് ചെയ്തില്ല. ശമരിയ സ്ത്രീയുടെ സാക്ഷ്യം അവർക്കൊരു മുഖാന്തരമായിരുന്നു. എന്നാൽ അവരുടെ വിശ്വാസം സാക്ഷ്യത്തിലല്ല അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പലയിടത്തും സാക്ഷ്യമാണ്. ഇവര് സാക്ഷ്യം, ഇവർക്ക് സൗഖ്യം, ഇങ്ങനെ സാക്ഷ്യം നല്ലതാണ്, മുഖാന്തരമായിരിക്കും. എന്നാൽ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന സാക്ഷ്യത്തിലല്ല, ക്രൈസ്റ്റിന്റെ വേർഡില. ക്രിസ്തു അവിടെ 2 ദിവസം പ്രസംഗിച്ചു.
എന്തുവാ പ്രസംഗിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ 42-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു വായിച്ചാൽ പ്രസംഗ വിഷയം എന്താണെന്ന് മനസ്സിലാകും. അവര് പറയുന്നത് എന്തുവാ? ഞങ്ങൾ ഇപ്പൊ മനസ്സിലായി, നിന്റെ സാക്ഷ്യം മാത്രമല്ല, ഞങ്ങൾ നേരിട്ട് കേട്ട് മനസ്സിലായി, ഇവനാണ് ലോകത്തിന്റെ രക്ഷിതാവ്. അപ്പൊ കർത്താവ് എന്തുവായിരിക്കും പ്രസംഗിച്ചത്? സ്തോത്രം. യഹൂദന്മാരെ മാത്രമല്ല, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്ന മെഷിയാണെന്നല്ലേ കർത്താവ് 2 ദിവസം അവിടെ പ്രസംഗിച്ചത്? നോക്കിക്കേ. ഇനി 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 8-ാം അധ്യായം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31-ാമത്തെ വാക്യം വായിച്ചു. 30 തൊട്ടുള്ള വാക്യം വായിച്ചു. John chapter 8 verse 30 onwards. അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ യഥാർത്ഥ ശിഷ്യൻ ആരാ? യഥാർത്ഥ ശിഷ്യൻ യേശുവിൽ വിശ്വസിക്കുക മാത്രമല്ല, യേശുവിന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ. എന്നിട്ട് 8-ാം അധ്യായം പിന്നെ സമയമുള്ളപ്പം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, താഴെ അങ്ങോട്ട് വരുമ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം ഭയങ്കര കട്ടിയെ, ഇവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവസാനം ഇവരെന്തെടുത്തെന്നറിയോ? കല്ലെടുത്ത് യേശുവിനെ കൊല്ലാൻ വേണ്ടി നോക്കി. എന്താ കാരണം? കർത്താവ് ക്ലിയർ ആയിട്ട് പറഞ്ഞു, നിങ്ങൾ പിശാചിന്റെ മക്കളാണ്. കർത്താവിന്റെ വചന ശുശ്രൂഷയിൽ വ്യക്തികളുടെ പ്രതികരണം കണ്ടോ? ശമരിയക്കാര് പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. അവർ രക്ഷിതാവ് എന്ന് വിശ്വസിച്ച് മനസ്സിലാക്കി കർത്താവിന്റെ അടുക്കൽ വന്നു. എന്നാൽ നേരെ വിപരീതമായി കർത്താവ് വചനത്തിൽ കൂടെ സത്യം പറഞ്ഞപ്പോൾ യേശുവിനെ കല്ലെറിയാൻ നോക്കി. ഇതാ പ്രിയരെ ശുശ്രൂഷ. ഇപ്പൊ ജീസസിന്റെ മിനിസ്ട്രിയിൽ നമ്മുടെ സമയത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് 4 സുവിശേഷങ്ങളിൽ നമ്മൾ ഓടിച്ചു വായിച്ചത് ജീസസിന്റെ മിനിസ്ട്രിയിൽ വേർഡ് മിനിസ്ട്രി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയായിരുന്നു. ആരും വന്ന് നമ്മളെ ചതിക്കരുത്. ആരും വന്നിട്ട് പറയില്ലേ, ഓ ജീസസ് വേർഡ് ഒന്നും ചെയ്തില്ല, ജീസസ് നടന്നങ്ങ് ശുശ്രൂഷ ചെയ്ത് സൗഖ്യമാക്കുമായിരുന്നൊന്നും ആരും വന്ന് പറയുന്നത് വിശ്വസിക്കരുത് പ്രിയരെ. കർത്താവ് അത്ഭുതം ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി. എന്നാൽ വേർഡ് മിനിസ്ട്രി തന്റെ മിനിസ്ട്രിയിൽ ഏറ്റവും കാതലായിരിക്കുന്ന വിഷയമായി. അതിന് ഒരു കോംപ്രമൈസും കർത്താവ് ചെയ്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. എന്റെ സമയം ഇവിടെ കഴിയാറാകും. അപ്പം ഈ അളവുകോല് വെച്ച് നാം അളക്കണം ശുശ്രൂഷകരെയും ശുശ്രൂഷകന്മാരെയും. വേർഡ് മിനിസ്ട്രി എങ്ങനെയുണ്ട്? ശരിക്കും വ്യാഖ്യാനിക്കുന്നുണ്ടോ? ബൈബിൾ പറയുന്നത് പോലെയാണോ ഈ ദേവദാസൻ, ഈ സഹോദരി, ഈ സഹോദരൻ വ്യാഖ്യാനിക്കുന്നത്? ആരെയാണ് ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നത്? ആരെയാണ് ഇവിടെ വരച്ച് കാണിക്കുന്നത്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണോ? ഏത് പാത, വിശാല വഴിയാണോ പ്രസംഗിക്കുന്നത്? അത് ഇടുക്കമുള്ള വഴിയാണോ താൻ പ്രസംഗിച്ച് ഞങ്ങളെ കാണിക്കുന്നതെന്ന് യേശു ക്രിസ്തുവിന്റെ ആ വേർഡ് മിനിസ്ട്രിയിൽ നാം അളവുകോല് വെച്ച് അളക്കണം. അയ്യോ ബ്രദറെ, അങ്ങനെ ചെയ്യണോ? വചനം പറയുന്നത് ചെയ്യണോ? എന്തുകൊണ്ട്? Because I love God. Because I love God's word. Because I love truth. സത്യത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, കർത്താവിന്റെ ശരീരമായ ക്രിസ്തുവിന്റെ സഭയെ സ്നേഹിക്കുന്നത് കൊണ്ട്. I love my brothers and sisters. Hence, I will obey what the Lord says. ഇതിനെല്ലാം ഫ്യൂൽ ചെയ്യേണ്ടത് എങ്ങനെ? ഇതിനെല്ലാം മോട്ടിവേറ്റ് ചെയ്യേണ്ട ഘടകം നമ്മൾ മറന്നുപോകല്ലേ. It should be out of love of God. ദൈവത്തിന്റെ സ്നേഹത്തിലും ഹൃദയത്തിലുള്ള ഭാരത്തിൽ കൂടെയും ചെയ്യുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കുമാറാകട്ടെ. ദൈവം അനുവദിച്ചാൽ ഇതിന്റെ തുടർമാനം നമുക്ക് പിന്നെ ധ്യാനിക്കാം. God bless you all.